നമ്മൾ എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നു ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും വ്യത്യസ്തമായി ഓരോന്ന് ചെയ്യുന്നു. ചിലർ ബിസിനസ് ചെയ്യുന്നു, ചിലർ വയലുകളിൽ ഇറങ്ങി കൃഷി ചെയ്യുന്നു. എല്ലാം 3 നേരത്തെ ആഹാരത്തിനായാണ്. പക്ഷെ ദിവസം മുഴുവനും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെടണം? വരൂ, ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഐഡിയ ബാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ഉണ്ടാക്കി തരാനായി വരികയാണ്. നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം യതിൻ, അമിത് ആൻഡ് സുദീപ്. കിച്ചൺ എന്ന് പറയുന്നത് നമ്മൾ പാചകം ചെയ്യാൻ മാത്രമുള്ള സ്ഥലമല്ല. ഓരോ ദിവസവും ഒരു പുതിയ ഡിസാസ്റ്റർ സംഭവിക്കുന്നുണ്ട്. ഈ സ്ട്രഗിൾ ഇവരുടേത് മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവനും ദിവസം തോറും നടക്കുന്നു. ഓഫീസ് ലൈവിൽ കോഡിംഗ് നിഞ്ച, പക്ഷേ കിച്ചണിൽ എറർ 404, മസാല നോട്ട് ഫൗണ്ട്. ദിവസം മുഴുവൻ ലൈഫ് എന്ന റൈസിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ വൈകുന്നേരം പാചകം ചെയ്യുന്നത് മാത്രമല്ല ബുദ്ധിമുട്ട്, ഫുഡ് സെലക്ട് ചെയ്യുന്നത് അതിനേക്കാളും വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ പുറത്ത് നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് അത് അതിനേക്കാളും കഷ്ടമാണ്. സൊല്യൂഷൻ എന്താ? തല 3 പക്ഷെ വേദന 1. വീട്ടിലെ ഭക്ഷണം ഐഡിയ. പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം. ഇൻട്രൊഡ്യൂസിംഗ് നോഷ്. ടൈറ്റൻസ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ബർമീസ് ഖോസായ്, വെജ് ലക്നോവി ബിരിയാണി, പിന്നെ റബഡിയും. നിങ്ങളിപ്പോ ഷെഫാണോ? നിങ്ങളാണോ ഉണ്ടാക്കിയത്? ടൈറ്റൻസ്, സത്യമായിട്ട് ഞങ്ങൾക്ക് പാചകം ചെയ്യാൻ അറിയില്ല. പക്ഷെ ഏത് സൂപ്പർ ഷെഫാണ് ഈ ഡിഷസ് എല്ലാം ചെയ്തത്, ആ ഷെഫിനെ ഞങ്ങൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായും. ഷെഫ്, പ്ലീസ് മുന്നോട്ട് വരൂ. എന്തുപറ്റി? കിച്ചൺ മാത്രമേ ഉള്ളൂ, ഷെഫ് എവിടെ ഈ പോയി? മൈക്രോവേവ് ആണോ? ടൈറ്റൻസ്, നിങ്ങൾ എല്ലാവരും ഇതിനെ ഒന്നെങ്കിൽ മൈക്രോവേവ് അല്ലെങ്കിൽ ഓവൻ എന്ന് വിചാരിച്ചേക്കാം. പക്ഷേ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോണോമിക് റോബോട്ട് ഷെഫാണ്. ഇതുകൊണ്ട് എത്ര ഡിഷസ് ആണ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്? 15. ഞങ്ങളുടെ ഷെഫിന് 500-ലധികം ഇന്ത്യനും ഇന്റർനാഷണലുമായ ഡിഷസ് ഉണ്ടാക്കാൻ കഴിയും. ടൈറ്റൻസ്, നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഡിഷ് കഴിക്കണമെങ്കിൽ പാസ്ത, ഫെറ്റോച്ചിനി, ഹൗസ് വൈ. ഡിസേർട്ടിലെ ക്യാരറ്റ് ഹൽവ, ചെറുപരിപ്പ് ഹൽവ, ഗീർ, പായസം. എന്നിട്ട് വീട്ടിലെ ഭക്ഷണങ്ങളായ സാമ്പാർ, തോരൻ, അവിയൽ, ഓലൻ, ചിക്കൻ ബിരിയാണി, ബ്രോ, മട്ടൻ ബ്രോ, ബിരിയാണി. ഇത് മുഴുവൻ പറയാൻ പോയി കഴിഞ്ഞാൽ പിച്ച് ടൈം തീർന്നു പോകും. വീട്ടിലെ ഭക്ഷണമാണ് എല്ലാവരുടെയും ഫസ്റ്റ് പ്രിഫറൻസ്. പക്ഷേ ഭക്ഷണം ഉണ്ടാക്കാൻ എവിടെയാ നമുക്ക് സമയമുള്ളത്? അതുകൊണ്ടാണ് വീട്ടുകാർ ഹൗസ് മെയ്ഡിനെ വെക്കുന്നത് അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ഭക്ഷണം മേടിക്കുന്നത്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചാലഞ്ച്. ഒരു വെറൈറ്റി ചലഞ്ച്. അതായത് നിങ്ങൾക്ക് വീട്ടിലെ ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടത്തില്ല. അതിപ്പോ വെറൈറ്റി വേണമെങ്കിൽ വീട്ടിലെ ഫുഡ് കിട്ടത്തില്ല. ഈ പ്രശ്നം സോൾവ് ആക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ നോഷ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ കിച്ചണിൽ നിങ്ങളുടെ സഹായത്തിനായുള്ള ഒരാൾ. അതായത് ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് റെസിപ്പി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രഷ്യസ് ടൈം കിച്ചണിൽ ചെലവിടുന്നതിന് പകരം വീട്ടുകാരോടൊപ്പം ചെലവിടാൻ പറ്റും. ഈ നോഷിനെ ഓരോ വീട്ടിലെയും അംഗമാക്കി മാറ്റാൻ ഞങ്ങളുടെ ആസ്ക് 2 CR ഓൺ കൺവെർട്ടബിൾ നോട്ട്. അപ്പൊ പറയൂ ടൈറ്റൻസ്, ഞങ്ങളുടെ സൂപ്പർ ഷെഫ് നോഷിനോട് കൈകൊടുക്കാൻ തയ്യാറാണോ? നിങ്ങൾ 3 പേർക്കും ഈ വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം. താങ്ക് യു സർ. നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ എങ്ങനെയാ കിട്ടിയത്? ഞാൻ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഒരാളാണ്. ഞാനും എന്റെ വൈഫും രണ്ടുപേരും വർക്കിംഗാ. ഞങ്ങൾക്ക് ഒരു കോൺസ്റ്റന്റ് ചാലഞ്ച് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ടേസ്റ്റി ആയിട്ട് വല്ല ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് നടക്കില്ലായിരുന്നു. ഞങ്ങൾ പല കുക്സിനെയും മാറ്റി നോക്കി, പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു. ബട്ട് സ്റ്റിൽ ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല. ആ സമയം ഞാൻ എന്റെ ഭാര്യയെ കിച്ചണിൽ പോയി സഹായിക്കുമായിരുന്നു, നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയേ. പക്ഷേ ഞാനതിന് യൂസ്ലെസ് ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയ എൻ്റെ സ്കിൽസ് ഉപയോഗിച്ച് എന്തെങ്കിലും യൂസ്ഫുൾ ആയി ചെയ്യാന്ന്. അങ്ങനെ ഈ നോഷിന്റെ ഐഡിയ കിട്ടിയ. അതായത് നിങ്ങൾ നിങ്ങളുടെ വൈഫിന് ചെറിയൊരു സഹായം ചെയ്യാമെന്ന് കരുതി അവസാനം വലിയൊരു സഹായം തന്നെ ചെയ്തിരിക്കുകയാണ്. പിന്നെ എന്നെ പോലെയുള്ള ഒരുപാട് പേരുടെ ലൈഫ് ഈസി ആക്കിയിരിക്കുകയാണ്. താങ്ക് യു സർ. എന്തായാലും പ്രൊഡക്റ്റ് കൊള്ളാം. നിങ്ങൾ ഇവരുടെ ചോദ്യങ്ങൾക്ക് ശേഷമാണോ ഇവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ല അതിന് മുന്നേ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? ഞാൻ വിചാരിക്കുന്നത് ആദ്യം നമുക്കൊരു ഡെമോ കാണിച്ചു കൊടുക്കാം. ആ സമയം ഭക്ഷണം റെഡി ആകുമ്പോ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നടത്താം. അതിരിക്കട്ടെ, ഇന്നത്തെ മെനു എന്താ? നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് പനീർ ടിക്ക. ആ, ഓ, നോക്കട്ടെ. ഗ്രേറ്റ് മൈൻഡ്.